ഇതേ സമയം പാർക്കും ടീമും ആരെയും കാണാതെ തങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ച് ഓടുന്ന സമയം. അപ്പോൾ ജോ കാൽ തെറ്റി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുന്നു. കാലിൽ സാരമായ പരിക്കേറ്റ അവളുടെ നേരെ വന്ന ഓപ്പോസിറ്റ് ടീമിലുള്ള ആളെ പാർക്ക് കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ തോൽപ്പിച്ച് അവസാനം സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളെ കൊന്നുകളയുന്നു. ഇതേ സമയം തങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. രണ്ടുപേരെ കൊന്ന് ഗെയിം പാസ്സായ ന്യാംഗ്യു ആൻഡ് മ്യൂജി ഇവർ രണ്ടുപേരും മുന്നോട്ട് നീങ്ങുന്നു. അതിൽ ന്യാംഗ്യു അവരുടെ ആശയം പറയുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മളെന്തായാലും ഇത് പാസ്സായി, പക്ഷേ ഇനിയും നമ്മൾ ബ്ലൂ ടീമിലുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയും. ഈക്വലി വിഭജിച്ച ടീമായതിനാൽ റെഡ് ടീമിലുള്ളവർക്ക് കൃത്യമായ ഓപ്പണന്റ് ഇല്ലാതെ അവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക, എത്ര രൂപ നമുക്ക് നേടാനാവും. അവൻ പറയുന്നതും ഒരർത്ഥത്തിൽ ശരിയാണെന്ന് വിശ്വസിച്ച മ്യൂങ് തൻ്റെ ലക്ഷ്യവും വാക്കും മറന്ന് അവനോടുകൂടെ ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി ആരംഭിക്കുന്നു. ഇതേ സമയം ജോ അവൾക്ക് ബ്ലീഡിംഗ് തുടങ്ങുന്നു. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവളെയും അമ്മയുമാക്കി പാർക്ക് അവരെ സംരക്ഷിക്കുന്നു. അതേസമയം അമ്മയുടെ മകൻ യോങ് സിക് ഗെയിം പാസ്സാവാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ അതിന് സാധിക്കുന്നില്ല. അവസാനം അവൻ തന്നെ അപകടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വ്യക്തി അവനെ കൊന്ന് ആ ഗെയിം പാസ്സാവുന്നു.